സുധാമണി സുധാമണി സൂപ്പറ. എനിക്കെന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടാ? ഈ പറയുന്ന ഒന്നും എന്റെ തലയിൽ കയറുന്നില്ല. പ്രകാശരശ്മികളെ കുറിച്ചാണ് സാർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആരല്ല ഈ പ്രകാശും രശ്മിയും? എന്റെ കൂട്ടുകാരാ? അയ്യോ അല്ല, ലൈറ്റ് റേസിനെ കുറിച്ചാ സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നീ എന്തെന്നല്ല ഈ പറയുന്നത്? ഇന്നെക്കാളും ഭേദം സാർ. സുധാമണി, ക്ലാസ്സിനുള്ളിരുന്ന് സംസാരിക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ. Both of you stand up. സുധാമണിയോട് ഞാൻ പ്രത്യേകിച്ച് പറയണോ? Both of you get out of my class. I said get out. ആന്റി, ക്ലാസ്സിന് പുറത്തു പോകാനാ സാറ് പറഞ്ഞ്. ബാഗ് എടുക്കണ? അയ്യോ വേണ്ട, വാ. ഞാൻ ചോദിക്കുന്ന മണ്ടത്തരത്തിന് നീ മറുപടി പറയേണ്ട വല്ല കാര്യമുണ്ടാ? ഞാൻ കാരണം ഇപ്പൊ നീയും കൂടി ക്ലാസ്സിന് പുറത്തായി. പോട്ടെ, സാരമില്ല. ഇംഗ്ലീഷിന്റെ ക്ലാസ് ഇംഗ്ലീഷിൽ എടുക്കുന്ന മനസ്സിലാക്കാം. സയൻസും കണക്കും അല്ലേ ഇംഗ്ലീഷിൽ പഠിപ്പിച്ച എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടല്ലേ? വിശ്വനാഥ് സാറ്, എന്താണ്? ലാവിഷാണല്ലോ. എന്നോട് സാർ ക്ഷമിക്കണം. എന്തിനാ? ആദ്യത്തെ ദിവസം തന്നെ ഞാൻ സാറിനെ നാണം കെടുത്തി. ഇന്നെന്നെ ക്ലാസ്സിന്ന് പുറത്താക്കി. ചെറുപ്പത്തില് നമ്മള് സ്കൂളിൽ സംശയം ചോദിക്കുന്നവരെ പുരുഷോത്തമൻ സാറിന് ഭയങ്കര ഇഷ്ടേനു. സംശയങ്ങൾ അറിവിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാന്ന് മാഷ് എപ്പം പറയുവേനു. എന്നാ നഗരത്തില് സംശയം ചോദിച്ചാ ക്ലാസ്സിന്ന് പുറത്താക്കും. അക്കാര്യം എനിക്ക് ഇപ്പൊ മനസ്സിലായ. പക്ഷേ ഉണ്ടല്ല, ആല്ലാം കൊണ്ട് എന്റെ ധൈര്യവും ആത്മവിശ്വാസവും ചോർന്നു പോയിന്ന് സാറിന് തോന്നുന്നുണ്ട? എന്റെ ധൈര്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചത്ര എളുപ്പല്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. ഇതന്നെയാണ് എന്റെ മക്കളും എന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയേ. ആര് കേക്കാൻ? പക്ഷെ ഞാൻ തോറ്റൊന്നും സമ്മതിക്കില്ല. ആരുടെ പരിഹാസങ്ങൾക്ക് മുമ്പിലും ഞാൻ ചൂളിപ്പോവില്ല. കൂടുതൽ ശക്തിയോടെ ഞാൻ പോരാടും. കഷ്ടപ്പെട്ട് തന്നെ ഞാൻ പഠിക്കും. ഞാൻ കാരണം സാറിന് നാണം കിടേണ്ട ഒരു അവസ്ഥ ഇനി ഉണ്ടാക്കൂല. സുധാമണി എന്ന പേര് പറഞ്ഞ സാറിന് എന്നും അഭിമാനം തോന്നുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കും, പഠിക്കും. അത് സാറ് കണ്ടോ? ഇതൊക്കെ സുധാമണിയെ കൊണ്ട് പറ്റും. പക്ഷേ എനിക്ക് കുറച്ചും കൂടി സമയം വേണേനോപ്പ. അതിനുള്ളിൽ ഈ പരീക്ഷണങ്ങളെല്ലാം ഞാൻ മറികടക്കും. സുധാമണിയുടെ ഗ്രാമത്തിലെ പുരുഷോത്തമൻ സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. സംശയങ്ങളാണ് അറിവിലേക്കുള്ള ആദ്യ പടവ്. പരാജയങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. അത് ഉയരങ്ങളിലേക്കുള്ള അടുത്ത പടവാണ്. സുധാമണി മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിജയത്തിലേക്കുള്ള ആദ്യത്തെ പടവ് വെച്ചു കഴിഞ്ഞു എന്നാണ്. ഹലോ, ഇവിടെ ഇരുന്നോട്ടെ. കേവ ഇതുവരെ ഇഷ്ടമാണോ?
എന്നാലും ഒന്ന് കഴിച്ചു നോക്കിയേ. അതിനു മുമ്പ് നീ ഇതൊന്ന് കഴിച്ചു നോക്ക്. എന്തൊരു ഒടുക്കത്തെ ടേസ്റ്റാ. ഇതാരാ ഉണ്ടാക്കുന്നേ? ഞാൻ അല്ലണ്ടാരാ. അപ്പോ രാവിലെ ഉണ്ടാക്കിട്ടാണോ സ്കൂളിൽ വരുന്നേ? ഇത് മാത്രല്ല, 30 ആക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഭാഗത്ത്, 25 ആക്കുള്ള വേറൊരു ഓർഡർ വേറെ ഭാഗത്ത്. ഇതിനെല്ലാം പുറമെ വീട്ടിലേക്കുള്ള രാവിലത്തെ ഭക്ഷണവും ഉച്ചഭക്ഷണവും ഉണ്ടാക്കി സ്കൂളിലും ഓഫീസിലും കോളേജിലും പോകുന്നവർക്കെല്ലാം പാക്ക് ചെയ്ത് കൊടുത്ത് റെഡിയാക്കി പാത്രത്തിലാക്കി കൊടുത്തിട്ടാ ഞാൻ വരുന്നത്. ചുമ്മാ തള്ളു, ഞാനത് വിശ്വസിക്കില്ല. നീ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വാ. രാവിലെ എണീറ്റ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാന്ന് പിറ്റേ ദിവസം രാവിലെ എനിക്ക് കാണാലോ. ഓ, അത് നടക്കുമെന്ന് തോന്നുന്നില്ല. വീട്ടിൽ നിന്ന് അമ്മ വിടത്തില്ല. വിട്ടിരുന്നേൽ ഒന്ന് വന്ന് ഈ പറയുന്നതൊക്കെ തള്ളാണോ ഉള്ളതാണോ എന്നൊക്കെ അറിയായിരുന്നു. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, നീ ഭക്ഷണം കഴിക്ക. ഈ കേബേജ് തോരൊന്ന് കഴിച്ചു നോക്കിയേ. ഇതിന്റെ അമ്മ ഉണ്ടാക്കിയ ആ, നന്നായിട്ടുണ്ട്. ഞാനങ്ങനെ പറഞ്ഞു അമ്മയോട് പറയണേ. ഇനി എപ്പോ ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ എനിക്കൊരു കമ്പനി തരണേ. ഡൺ. ആ. അയ്യോ, ബെല്ലടിച്ചു, ഞാൻ പോണേ. അയ്യോ, കഴിക്ക് വേസ്റ്റ് ആക്കില്ല. ഭക്ഷണം വേസ്റ്റ് ആക്കരുത്. പെട്ടെന്ന് വാ. അത് ദൈവാ മോനെ, കഴിച്ച് മതിയാക്കാണ്ട് ഭക്ഷണത്തിന്റെ മുമ്പ് ആരെ വിളിച്ചാലും എണീക്കാൻ പാടില്ലെന്നാ. ഇങ്ങനെ ചപ്പളാന്ന് അടിച്ചോണ്ടിരിക്കാതെ പെട്ടെന്ന് എഴുന്നേറ്റ് വരാൻ നോക്ക്, പണി കിട്ടും. വയറ് നിറച്ചെന്തെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിലേ എനക്കും പണി കിട്ടും. ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് തല ഇറങ്ങും. ഹലോ ഹലോ, അങ്ങോട്ട് ഇടിച്ചു കയറി പോന്നേ. ഞാൻ ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ? ഞാൻ ഈ ക്ലാസ്സിലല്ലേ സാറേ. അതെനിക്കറിയാം. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ബെല്ലടിച്ചത് കേട്ടില്ലേ? എന്നിട്ട് എന്താ വരാൻ ലേറ്റ് ആയി? ഇത് കഴുകാൻ പോയതാ സാറേ. സാർ, ആന്റി ഇന്ന് ആദ്യമായിട്ട് ഈ സ്കൂളിൽ വരുന്നത്. അവർക്ക് ഇവിടുത്തെ റൂൾസ് ഒന്നും അറിയില്ല. ബെല്ലടിച്ചാൽ ഉടനെ ക്ലാസ്സിൽ കയറണോ എന്നുള്ളത് ഇനി ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണോ? സി മിസ് സുധാമണി, നിങ്ങൾ വളരെ സീനിയർ ആയതുകൊണ്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആദ്യമായി സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടും ഞാൻ നിങ്ങളെ ക്ലാസ്സിന് പുറത്തു നിർത്തുന്നില്ല. ബട്ട് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഗെറ്റ് ഇറ്റ്. So where did we stop? സുധാമണി ചേച്ചി ഇന്ന് ഭയങ്കര ഹാപ്പി ആണല്ലോ. വേണുവേട്ടനെ എടുത്തു ജേ. ചായ കുടിക്കാൻ പോയിരിക്കോ? ചായ കുടിക്കാനാ? അതേന്നേ, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ചായ അങ്ങേർക്ക് പിടിക്കില്ല. അബൂക്കാന്റെ കടയിലെ ചായ കുടിച്ചാലേ അങ്ങേരെ കൈയും കാലും ഓടുള്ളൂ. ആ, ദേ വന്നല്ലോ. ഏടിയാ പോയിന് വേണുവേട്ടാ? എന്താ സുധാമണി, നീ ഇവളുടെ ബേക്കറിന് സാധനങ്ങൾ മേടിക്കുന്ന പരിപാടി ഇനി നിർത്തിയില്ലേ? എല്ലാം 4-5 ദിവസം പഴക്കമുള്ളതാ. ദേ വേണുട്ടാ, എന്റെ കഞ്ഞിന് മണ്ണ് വരിടാൻ നോക്കല്ലേ. ചൂടാവല്ലോ. വേണുട്ടൻ വെറുതെ തമാശക്ക് പറഞ്ഞല്ലേ. ഓ, ഞാൻ വേണുവേട്ടനെ കാണാൻ വേണ്ടി വന്നേ. ആ, എന്തെങ്കിലും തിന്നാനുണ്ടോ? പിന്നെ ഇതെന്റെ സ്കൂൾ യൂണിഫോമിന്റെ തുണിയാ. ഒട്ടും സമയമില്ല, നാളെ രാവിലെ തന്നെ തുന്നി തരണം. പിടിക്ക്. യൂണിഫോമോ? പിന്നെ സ്കൂളിൽ പോവാൻ യൂണിഫോം ഉണ്ടേ. പക്ഷേ നാളെ രാവിലെ കിട്ടുന്ന കാര്യം സംശയമാണ്. അയ്യോ, അത് പറഞ്ഞാ പറ്റൂല. നാളെ രാവിലെ തന്നെ കിട്ടണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സുധാമണി? ഒരുപാട് വർക്ക് പെൻഡിങ് ഉണ്ടെന്നേ. അത് മാത്രമല്ല, ഇതിൽ ഇത്തിരി പണിയും കൂടുതലാ. ഉറക്കൊഴിഞ്ഞിരുന്ന് പണിയെടുത്താലും വേണ്ടില്ല, എനിക്കിത് രാവിലെ തന്നെ തന്നേ പറ്റൂ. ഉറക്കം ഇളച്ചാലും ഒരു രാത്രി കൊണ്ട് ചെയ്ത് തീരില്ല സുധാമണി. ജയ, നീ ഇത് കേട്ടാ? വേണോട്ടന്റെ പഴയ സ്പീഡ് എല്ലാം പോയി. ലാലേട്ടൻ കമലതലത്തിൽ പറയുന്ന പോലെ കണ്ണെത്തുന്നിടത്ത് കയ്യും കയ്യെത്തുന്നിടത്തും മനസ്സും. എല്ലാം കൈവിട്ട് പോയിന്നാ തോന്നുന്നു. ഇതൊന്ന് തുന്നി കൊടുക്കണ്ടേ വേണുവേട്ടാ? മതി റെക്കമെൻഡേഷൻ, ഞാൻ തച്ച് തരാമേ. ആ, അപ്പൊ ഭാര്യനെ പേടിയെല്ലാം ഉണ്ടല്ലേ? പിന്നെ ഉറപ്പായിട്ടുണ്ട്. ആരെ പേടിച്ചില്ലെങ്കിലും ഇവളെ പേടിച്ചേ മതിയാവും.
സുധേച്ചി ആ? യൂണിഫോം ഒക്കെ ഇട്ടിട്ടേ നമുക്കൊരു സെൽഫി എടുക്കണം. പിന്നെന്താ, എപ്പ എടുത്തൊന്ന് ചോദിച്ചാ പോരെ. ആ വേണോട്ടാ, അപ്പൊ ജോലി തുടങ്ങിക്കോ, കൂലി വഴിയേ വരും കേട്ടാ. ആയിക്കോട്ടെ. സുധേച്ചി കുറച്ച് പഴനുറുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, എടുക്കട്ടെ? എന്ത് ചോദ്യ പെണ്ണേ ഇത്, ധൈര്യമായിട്ട് എടുത്തോ. മാധവമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടായി എന്റെ പഴമുറുക്കുണ്ട്. നമ്മളെ അവിടെ ഇനി ചിപ്സ് എന്നാ പറയാ. വേണോട്ടാ, അപ്പൊ നാളെ രാവിലെ. ഓക്കെ ഓക്കെ. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഇതുവരെ എടുത്തിരുന്ന പണിയുടെ ഇരട്ടിയാ ഇനി നമുക്ക് 10D ക്ലാസ്സിൽ എടുക്കേണ്ടി വരിക. അതെ അതെ, സുധാമണിയെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുക എന്നത് ഒരു വല്ലാത്ത ടാസ്ക് തന്നെയാ. എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു. 10Dയിൽ എനിക്കിന്ന് ക്ലാസ് ഇല്ലായിരുന്നു. ഭാഗ്യം. മോർണിംഗ്. സുധാമണി പഠിക്കുന്ന 10Dയിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടു? ആരുമെന്താ മറുപടി പറയാത്തത്? പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് സാർ, സാറിന്റെ തീരുമാനം തീരെ പ്രായോഗികമല്ലായിരുന്നു. നമ്മുടെ ഉദ്ദേശം നല്ലതായിരിക്കാം, എങ്കിലും സ്മൂത്തായി നടപ്പാക്കാൻ സാധിക്കാത്ത ഒന്നാണ് സാർ അത്. ഞാൻ സമ്മതിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് സ്കൂളിൽ സുധാമണിയുടെ ആദ്യത്തെ ദിവസമായിരുന്നു. അവരെ എത്ര ദിവസം പഠിപ്പിച്ചാലും ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സാർ. ഞങ്ങൾ ബാക്കിയുള്ള കുട്ടികളുടെ പോർഷൻസ് തീർക്കണോ അതോ സുധാമണിക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലാസ് എടുക്കണോ? ഈ രീതിയിൽ പോയാൽ രണ്ടും നടക്കില്ല സാർ. സുധാമണിക്ക് സ്കൂളല്ല, ഇന്റൻസ് കോച്ചിങ്ങാ വേണ്ടത്. വാസ്തവത്തിൽ സുധാമണി പല അധ്യാപികമാരെക്കാളും പ്രായം കൂടുതലുള്ള സ്ത്രീയാ. അവരെ ശാസിക്കാനും ശിക്ഷിക്കാനും ഗുണദോഷിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഞങ്ങൾക്ക് മാനസികമായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പഠിക്കുന്ന കാര്യം പോട്ടെ, സ്കൂൾ മാനേഴ്സ് പോലും ആ സ്ത്രീക്ക് വശമില്ല. എന്നും വൈകി വരികയും എന്നിട്ട് അനുവാദം പോലും ചോദിക്കാതെ കയറി പോകുകയാണ് അവര് ചെയ്യുന്നത്. ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയെ ക്ലാസ്സിന് പുറത്ത് നിർത്തുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാർ. സുധാമണി കാരണം മറ്റു കുട്ടികളുടെ ശ്രദ്ധ തെറ്റുന്നുണ്ട്. സുഭാഷ് സാറിന് പരാതികളൊന്നുമില്ലേ? എനിക്കിന്ന് 10Dയിൽ ക്ലാസ് ഉണ്ടായിരുന്നില്ല സാർ. സാറ് പറഞ്ഞതുപോലെ സുധാമണിക്ക് ഇത്തിരി കൂടി സാവകാശം കൊടുക്കാം. അപ്പോ ഇങ്ങനെയൊക്കെയാണ് സാർ കാര്യങ്ങളുടെ കിടപ്പ്. ഈ മുങ്ങുന്ന കപ്പലിനെ അപകടം കൂടാതെ എങ്ങനെ കരക്കടിപ്പിക്കാം? അവർക്ക് വേണ്ടി കുറച്ച് എക്സ്ട്രാ ക്ലാസ്സുകൾ കൂടി സംഘടിപ്പിക്കേണ്ടി വരും. ഇവർക്കാർക്കും സുധാമണിക്ക് എക്സ്ട്രാ ക്ലാസ് നൽകാൻ താല്പര്യമില്ല സാർ. ഇങ്ങനെ പോയാ സുധാമണിക്ക് ഇവിടെ തുടർന്ന് പഠിക്കാൻ സാധിക്കില്ല. അവരുടെ ആത്മവിശ്വാസം നശിക്കും, പഠനത്തിലുള്ള താല്പര്യം തന്നെ പോകും. ശരിയാണ്. ഇന്ന് സുധാമണി പരാജയപ്പെട്ടാൽ നാളെ സുധാമണിയെ പോലുള്ള മറ്റൊരാളും ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ധൈര്യപ്പെടില്ല. സോ വി ഹാവ് ടു ടേക്ക് എ സീരിയസ് കോൾ ഓൺ ദിസ്. മാധവമ്മേ, ജയലക്ഷ്മി ഇന്ന് കുറച്ച് പഴനുറുക്കുണ്ടാക്കി. ഇതെന്റെ പങ്കിന്റെ പാതി. നിന്റെ പങ്കിന്റെ പാതിയോ? അതിന്റെ പാതി പണ്ടേ എന്റെ മാധവമ്മയ്ക്കുള്ളതല്ലേ? ആട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു കുരുക്ഷേത്ര ഭൂമിയിലെ ആദ്യ ദിവസം? അയ്യോ, ആ ചോദ്യത്തിൽ ഒട്ടും അതിശയമില്ലട്ടാ. ശരിക്കും കുരുക്ഷേത്ര യുദ്ധഭൂമി തന്നെയായിരുന്നു. പാണ്ഡവരാകുന്ന എന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അധ്യാപകരും സബ്ജക്റ്റുകളുമായ കൗരവരുമായി നല്ല അസല് പോരാട്ടേനു. ഇംഗ്ലീഷ് തന്നെയാ ദുര്യോധനൻ, എന്റെ പ്രധാന ശത്രു, ഒരു സംശയമില്ല. പിന്നെ സയൻസ് ദുശാസനൻ. പിന്നൊരു വിഷയം ഉണ്ടല്ലേനു, എന്തെന്നേനു അത്? ആ, ജോഗ്രഫി. അത് ശകുനിയാ, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കണക്ക് കൃഷ്ണനായിരിക്കുന്ന വിചാരിച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഷയം. പക്ഷെ ഇപ്പോഴത്തെ 10ാം ക്ലാസ്സിലെ കണക്കുണ്ടല്ലോ, കംസനാ മാധവമ്മേ, കംസൻ. മൊത്തത്തിൽ നിന്നെന്റെ ആപ്പീസ് കൂട്ടിന്ന് പറഞ്ഞാ മതി. ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിന്റെ അവസ്ഥയായി പോയി. ഓ, ക്ലാസ്സിലെ കുട്ടികളെല്ലാം എന്നെ കളിയാക്കി ചിരിക്കേനു.
ദ്രൗപദി വന്നാ കുറച്ച് ആശ്വാസം കിട്ടുമായിരിക്കും. അകാരാ നമ്മളെ സ്വന്തം മലയാളം. എന്തായാലും വിദ്യാഭ്യാസം അത്ര എളുപ്പമുള്ള കാര്യമില്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. പണ്ടത്തെ 10ാം ക്ലാസ്സും ഒന്നും അല്ല ഇപ്പൊ. കഷ്ടപ്പെട്ട് പഠിച്ചാലേ പാസ് മാർക്ക് എങ്കിലും മേടിക്കാൻ പറ്റൂ. എനിക്കറിയാം മാധവമ്മേ, അതറിഞ്ഞോണ്ട് തന്നെയാ എനിക്കുണ്ടായിരുന്ന കുറച്ച് സമാധാനം കൂടി ഈ കാര്യത്തിന് വേണ്ടി ഞാൻ ഇല്ലാണ്ടാക്കിയത്. ഇതിനേക്കാളെല്ലാം വലിയ പ്രശ്നം മീനാക്ഷി, ഞാൻ സ്കൂളിൽ പോവാൻ തുടങ്ങിയ കാരണം ഓളിന്ന് സ്കൂളിലേക്കേ വന്നിട്ടില്ല. എത്ര കാലം ഓളിങ്ങനെ ചെയ്യൂ? ഇതേടെ ചെന്ന് അവസാനിക്കുന്ന് ആർക്കറിയാപ്പാ. എന്തു പറയാനാ, വാശിക്കാരിയല്ലേ, നമ്പർ 1 വാശിക്കാരി. നമ്പർ 2 ഈ സംസ്ഥാനത്തെ നമ്പർ 1 വാശിക്കാരി നീയല്ലേ? ഓ അങ്ങനെ. മത്തം കുത്തിയാ കുമ്പളം മുളയ്ക്കോ? എല്ലാ ദിവസവും സ്കൂളിൽ എന്റെ അവസ്ഥ ഇതാണെങ്കിൽ എങ്ങനെയാ മുന്നോട്ട് പോവാന്തോ. എന്തെന്നാ? അത് ഇംഗ്ലീഷിലെ ഒരു ചൊല്ലാണ്. ഈ അവസ്ഥയും കടന്നു പോകുന്ന അതിന്റെ അർത്ഥം. ഓ അങ്ങനെ. ഒരുപാട് കാലമായിട്ട് നിനക്ക് പഠിപ്പുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ. അതുകൊണ്ട് ആദ്യം കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാകും. ഇപ്പൊ നീ നിന്റെ പഠിത്തത്തിന് വേണ്ടി കുറച്ച് കൂടുതൽ കഷ്ടപ്പെടും മോളെ. നാളെ അത് ഉറപ്പായും നിന്റെ കഷ്ടപ്പാട് മാറ്റിത്തരും. ഇന്ന് നീ സ്കൂളിൽ വരാത്തതില് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. ക്ലാസ്സിലെ ഓരോ കുട്ടികളും എന്നോട് വന്ന് സംസാരിക്കുമ്പോ നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വല്ലാണ്ട് ആഗ്രഹിച്ചു പോയി. അമ്മ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ? ഇനിയും മുതല കണ്ണീരിന്റെ ആവശ്യമില്ല. മോള് ചായ കുടിച്ചോ? നീ എന്തെങ്കിലും കഴിച്ചോ? ഇന്നത്തെ ക്ലാസ്സിൽ ഇരുന്നപ്പാ നീ പറഞ്ഞ കാര്യം എന്തുമാത്രം സത്യമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എന്നെയും കുട്ടികളിൽ നിന്ന് ശരിക്കും കളിയാക്കി. അന്നേരം എന്റെ മനസ്സിലെ വിഷമങ്ങളും വേദനകളും എല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു. എന്നോട് എന്തെങ്കിലും ഒന്ന് പറ മീനു. എത്ര നാളാ നീ എന്നോട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ പോന്നെ? എന്ത് പറയാനാ? അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞൊന്നും ചെവിക്കൊള്ളാതെ അല്ലേ അമ്മ ഇന്ന് സ്കൂളിലേക്ക് പോയത്? ആ തീരുമാനത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചെന്നെയുള്ളു. എന്ത് സംഭവിച്ചാലും പഠിത്തം ഞാൻ നിർത്തൂല. അതിന് നീ എന്തിനാ മോളെ ശത്രുതാ മനോഭാവത്തോടെ കാണുന്നത്? കളിയാക്കുന്നവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നേടാനുള്ളത് നമുക്കല്ലേ. നിന്റെ അമ്മ നന്നായ എനിക്കതിൽ അഭിമാനമില്ലേ? പിന്നെ ഒരുപാട് അഭിമാനമുണ്ട്. അതുകൊണ്ട് അമ്മ പഠിച്ചോ. അമ്മയുടെ കാറ്ററിംഗ് ബിസിനസ് ഞാൻ നോക്കി നടത്തിക്കോളാം. നമുക്ക് നമ്മുടെ റോൾസ് അങ്ങ് മാറ്റി പിടിക്കാം. എന്തേ? അതിന് കരിയാണ്ട് ഒരു ചപ്പാത്തി പോലും ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ലല്ലോ. അറിയോ? അതെല്ലാം ഞാൻ പഠിച്ചെടുത്തോളാം. ട്രിഗണോമെട്രി, മെറ്റീരിയൽ സയൻസും ഒക്കെ അമ്മയ്ക്ക് പഠിക്കാൻ സാധിക്കുമെങ്കിലേ ചപ്പാത്തി ഉണ്ടാക്കാനും കറി വെക്കാനും ഒക്കെ എന്നെ കൊണ്ട് സാധിക്കും. എന്റെ അവസ്ഥയും ഈ കഷ്ടപ്പാടൊന്നും ഇങ്ങക്ക് വരാണ്ടിരിക്കാനാ ഞാൻ പഠിത്തം ഉപേക്ഷിച്ച് നിങ്ങളെ പഠിപ്പിച്ച്. ഈ ആർഗ്യുമെന്റ്സ് ഒക്കെ നേരത്തെ കഴിഞ്ഞതാ. 10D ക്ലാസ്സിൽ അമ്മ ഇരിക്കുന്നെങ്കിൽ ഞാൻ ആ ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെക്കില്ല. ഇതെന്റെ ഉറച്ച തീരുമാനമാ. ഇനി സ്കൂളിലേക്ക് ഞാനാണോ അമ്മയാണോ പോകേണ്ടതെന്ന് അമ്മ തന്നെ തീരുമാനിച്ചോ. മീനു,
എത്രയോ വലിയ യുദ്ധങ്ങൾ സുധാമണി കാണാനിരിക്കുന്നു. ഈ ഒരു ചെറിയ കാര്യം സുധാമണിയെ കൊണ്ട് സധൈര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മുന്നോട്ടുള്ള പഠനത്തെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. ഈ പാഠപുസ്തകങ്ങളൊന്നും എനിക്ക് വിധിച്ചതല്ല. ഈ യുദ്ധങ്ങളൊന്നും എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതുമല്ല.